പുലർച്ചെ എണീറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് സൂചനയൊന്നും കൊടുത്തിരുന്നില്ലെങ്കിലും വിളിച്ചപ്പോൾ ഒരു മടിയും കാണിക്കാതെ എണീച്ച് ഡ്രസ്സുമിട്ട് കാറിൽ കയറി ഇരിപ്പ് തുടങ്ങി. സമയം രാവിലെ 4 മണി. കുറച്ച് ദൂരേക്കുള്ള യാത്രയായതുകൊണ്ട് ഇളയവൻ ഇലുവിന് കാറിൻ്റെ മൂലയിൽ ഒരു ബെഡ് പോലെ സെറ്റ് ചെയ്തിട്ടാണ് യാത്ര തുടങ്ങിയത്. അങ്ങനെ കോഴിക്കോട് നിന്ന് വയനാട് റോഡിലൂടെയാണ് യാത്ര. അതിരാവിലെ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ലോറികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചുരത്തിൽ കാര്യമായ തിരക്കൊന്നും കണ്ടില്ല. കൽപ്പറ്റയിലെത്തിയപ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടെയുള്ളവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കൽപ്പറ്റയും താണ്ടി സുൽത്താൻ ബത്തേരിയിലെത്തി. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ബത്തേരി വിട്ടാൽ പിന്നെ കാര്യമായ ചായക്കടകളൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി നിർത്തണോ നിർത്തണ്ടേ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ഏതായാലും വണ്ടി മുത്തങ്ങയോടടുത്തപ്പോൾ ഞങ്ങളങ്ങ് നിർത്തി. അങ്ങനെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് യാത്ര തുടങ്ങി. അങ്ങനെ മുത്തങ്ങയും താണ്ടി ചെക്ക് പോസ്റ്റിലേക്ക്. ഇനി കാട്ടിലാണ് യാത്ര. മൂത്തവൻ ആദിയോട് ഈ കാടാണ് മോനെ കാട്, ആനയും പുലിയും കടുവയും കരടിയൊക്കെ കാറിന് മുന്നിലൂടെ പോകുമെന്നൊക്കെ തള്ളി വിട്ടിരുന്നു. ഏതായാലും ആദ്യമായാണ് അവൻ കാട്ടിലൂടെ കാറിൽ പോകുന്നത്. ആന പോയിട്ട് ഒരു മാനിനെ പോലും കാണാതെ ഞങ്ങൾ കാട് കടന്നു. ഞങ്ങൾ നേരെ കർണാടക അതിർത്തിയിലേക്ക്. ഞങ്ങളുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കർണാടക അതിർത്തിയിലെ ഗുണ്ടൽപേട്ടിലുള്ള പൂപ്പാടങ്ങൾ തന്നെയായിരുന്നു. കാട് കടന്ന് ഹൈവേയിലേക്ക് കയറിയതോടെ ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങൾ തെളിഞ്ഞു തുടങ്ങി. എന്നാൽ ഞങ്ങളുടെ പ്ലാനിൽ ആദ്യം തന്നെ പൂപ്പാടങ്ങൾ കാണാതെ നേരെ ഹിമവൽ ഗോപാലസ്വാമി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന ഹില്ലിലേക്ക് പോകാമെന്നായിരുന്നു. ഗുണ്ടൽപേട്ട് ഹൈവേയിലെ ടോളെത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പ് വലത്തോട്ട് കാണുന്ന റോഡിലൂടെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ കൊണ്ടുപോയി. ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കന്നഡ ഗ്രാമത്തിൻ്റെ ഹൃദയത്തിലൂടെയായിരുന്നു ആ യാത്ര. ആ ഗ്രാമത്തിൻ്റെ പേര് ഗോപാൽപുര എന്നായിരുന്നു. ഒരു ഗ്രാമം ഉണരുന്ന മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ വഴിയോരങ്ങളിൽ കണ്ടത്. ഗോപാൽസ്വാമി ഹില്ല് ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു. അറിഞ്ഞിടത്തോളം ഈ പൂപ്പാടങ്ങൾ ഏറെയുള്ളത് ഗോപാൽസ്വാമി ടെമ്പിളിൻ്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലാണെന്നതുകൊണ്ട് തന്നെയാണ് ഈ റൂട്ട് തിരഞ്ഞെടുത്തത്. ഏതായാലും അത് തെറ്റിയില്ല. വൈകാതെ ഞങ്ങൾ സ്പോട്ടെത്തി. ഏതാണ്ട് ഒരു രാവിലെ 9:30 കാണും. മുകളിലേക്ക് കാറും കൊണ്ട് കയറാൻ കഴിയില്ല, ബസ്സിലാണ് യാത്ര. വിശാലമായ പേ പാർക്കിങ്ങിൽ ഞങ്ങൾ കാറ് നിർത്തി. നല്ല വെയിലാണ്. ഭാഗ്യം, മുകളിലേക്ക് പോകാൻ കാര്യമായ തിരക്കൊന്നുമില്ല. ഓഫ് ഡേയിൽ വലിയ തിരക്കൊക്കെ ക്യൂ ഒക്കെ ഉണ്ടാവുമെന്ന് കേട്ടെങ്കിലും രാവിലെ ആയതുകൊണ്ടായിരിക്കാം ഒരു 1-2 ബസ്സിനൊക്കെ പോകാനുള്ള ആളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്നൊരു 15 മിനിറ്റോളം യാത്രയുണ്ട് മുകളിലേക്ക് എന്നാണ് കേട്ടത്. കർണാടക സർക്കാരിൻ്റെ ബസ്സുകൾ ഇടതടവില്ലാതെ സർവീസും ഉണ്ട്. ഒരാൾക്ക് 70 രൂപയാണ് ബസ്സിന് ചാർജ്. കുട്ടികൾക്ക് 35 രൂപയും കർണാടകക്കാരനെന്ന് തെളിയിക്കുന്ന ID കാർഡ് ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യവുമാണ്. ഏതായാലും ബസ്സിൽ കയറാനുള്ള ഞങ്ങളുടെ ഊഴമെത്തി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഇപ്പോഴാണ് ബസ്സെല്ലാം ഫുള്ളായിരുന്നു. അപ്പോൾ അടുത്ത വണ്ടിക്ക് പോകാമെന്ന് വെച്ചാൽ ഇനി അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടേ എന്ന് മടിയുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാമെന്ന് വെച്ചു. ഒടുവിൽ കുഞ്ഞിൻ്റെ ഒരു കാരുണ്യം വെച്ച് ഇലുവിനും അമ്മക്കും സീറ്റ് കിട്ടി. ബസ്സിൽ ആൾക്കാർ മാത്രമല്ല കേട്ടോ, വാഴയൊക്കെ ഉണ്ട്. മുകളിൽ കൊണ്ടുപോയിട്ട് വാഴ എന്തിനാണെന്നറിഞ്ഞുകൂടാ. ഞങ്ങൾ കയറ്റം കയറി തുടങ്ങിയപ്പോഴാണ് എതിരെ ഒരു ബസ് വരുന്നത്. ആ ബസ് വരുന്ന വരവ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ഡ്രൈവർ ഒരു അഭ്യാസിയാണെന്നുള്ളത്. ഏതായാലും കുത്തനെയുള്ള കയറ്റത്തിൽ ഇവർ സൈഡ് കൊടുക്കുന്നതൊക്കെ കാണുമ്പോഴേ നമ്മുടെ നെഞ്ചൊക്കെ ഒന്ന് കാളും. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ മുകളിലെത്തി. താഴെ മുട്ടൻ വെയിലാണെങ്കിൽ മുകളിൽ കുളിര് കോരുന്ന തണുപ്പായിരുന്നു. കോടയും മഞ്ഞൊന്നുമില്ല, നല്ല കാറ്റും തണുപ്പും. ഗംഭീര അനുഭവമായിരുന്നു. കോട ഇറങ്ങിയ ഈ ടെമ്പിളിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ കോടയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പും കാറ്റും ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരെയും പോലെ നല്ല ഫോട്ടോയും വീഡിയോയും പകർത്തി ആ വൈബങ്ങ് ആസ്വദിച്ചു. ഇനി ബക്കറ്റ് ലിസ്റ്റിൽ ലക്ഷ്യങ്ങളേറെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് മടങ്ങി. പെട്ടെന്ന് മടങ്ങാമെന്ന് തന്നെ വെച്ചു. അങ്ങനെ പോകാനുള്ള ബസ് റെഡിയായിരുന്നു. മടക്കയാത്രക്ക് സീറ്റുകൾ കാലിയായിരുന്നു. വന്നതുപോലെയല്ല, സീറ്റിലിരുന്നാണ് യാത്ര. ഏതായാലും കുന്നിറങ്ങി താഴെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കണ്ടത്. ഞങ്ങൾ പോകുമ്പോൾ ഒരു ബസ്സിനുള്ള ആൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് അറ്റം കാണാത്തത്ര ക്യൂ ഉണ്ടായിരുന്നു. വന്ന സമയം എത്ര നന്നായി. 1 മണിക്കൂർ വൈകിയിരുന്നെങ്കിൽ ഈ വെയിൽ കൊണ്ട് കരിഞ്ഞേനെ. എന്തായാലും ഞങ്ങൾ സമയം പാഴാക്കാതെ വണ്ടിയെടുത്ത് വന്ന വഴി പോകാതെ നേരെ ഗുണ്ടൽപേട്ട് ടൗണിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടു. ഞങ്ങൾ ഓടി തുടങ്ങും മുമ്പ് പൂപ്പാടങ്ങളുടെ ചാകരയായിരുന്നു. വണ്ടി നിർത്തി സൂര്യകാന്തി തോട്ടത്തിലേക്ക് ഒരാൾക്ക് 20 രൂപ വെച്ചാണ് വാങ്ങുന്നത്. വരുന്ന വഴിയിൽ നമ്മൾ ആടിയ സൂര്യകാന്തി തോട്ടങ്ങളാണ് കണ്ടതെങ്കിൽ ഇവിടെ സെറ്റായിരുന്നു. ഫോട്ടോ എടുക്കലുകാരും റീലുകാരും പൂക്കൾക്കിടയിൽ നിന്ന് പല അഭ്യാസവും കാണിക്കുന്നത് കാണായിരുന്നു. മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പറ്റാവുന്നിടത്തോളം ഫോട്ടോയും വീഡിയോ ഒക്കെ ഞങ്ങളും എടുത്തു. അങ്ങനെ അവിടുന്ന് ചെണ്ടുമല്ലി പാടത്തിലേക്ക് പാഞ്ഞു.
അവിടെ നിന്ന് നേരെ ഹൈവേയിലേക്ക് വയനാട് റോഡിലേക്ക് തിരിച്ചു. അങ്ങനെ തിരിച്ച് നമ്മളൊരു വയനാട് റോഡിൽ ടോളിന് തൊട്ട് മുൻപ് പൂരപ്പറമ്പ് പോലെ ആളുകളൊക്കെ ഒഴുകുന്നത് കണ്ടപ്പോഴാണ് വണ്ടി ഒന്നുകൂടി ഒതുക്കി. സംഭവം അതൊരു മുന്തിരിത്തോട്ടമായിരുന്നു. ഒരാൾക്ക് 25 രൂപയാണ് ചാർജ്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു സമ്മേളനം നടക്കുന്നൊക്കെ അത്ര ആളുകളുണ്ട് അവിടെ. തോട്ടത്തിൽ ചെന്നപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് മുന്തിരിയേക്കാൾ കൂടുതൽ ആൾക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന്. മുന്തിരിയിൽ മരുന്നടിച്ചിട്ടുണ്ടെന്നൊക്കെ സ്പീക്കറിൽ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് മലയാളത്തിൽ. മലയാളികളല്ലേ, 25 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 രൂപയുടെ മുന്തിരി വായിലാക്കും. ഏതായാലും മുന്തിരിപ്പാടത്തെ കൊയ്ത്തുത്സവവും കണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ വയനാടും ലക്ഷ്യമിട്ട് ഞങ്ങൾ കാട്ടിലൂടെ വീണ്ടും